ആരും ഇണ്ട് തോൽ കാട്ടിത്തിക്കലാൻ ചൊല്ലുക ഞാൻ ഇഷ്ടപ്പെട്ടെ. അത് എവിടുത്തെ ചെന്നിട്ടെങ്കിൽ ജബ്ബാർ ഉസ്താദ് ಅಥವಾ ಆರ ಜಬ್ಬಾರ್ ಉಸ್ತಾದ್ ವಿಷಯ ಇಂಗಂತಂಗಳ ಸಾಧಾರಣ ಆಲಿಮಿಗಳ ಯೋಡಮ ಇಂದಾವಾರ್ ಚಿರಿಯ ಸಿಲ್ಕ್ ಬಂದವರು ಚರ್ಚೆ ಬರಲುಂಡು. മഹാനായ ജബ്ബാർ ഉസ്താദിന്റെ വിഷയത്തിൽ ഇന്ത്യത്തോല് ഭാരതദേശം വിഷയത്തിൽ എല്ലാ ജാഗലും ഒറ്റ ഒരാൾ ഒരു ഇങ്ങനെ കൈകാടിത് ജബ്ബാർ ഉസ്താദ് ഇങ്ങനെ ചെന്തുണ്ടോ ഒരു മനുഷ്യ ചിന്തിക്കലാൻ ഞങ്ങൾ കേട്ടോടത്തോൾ ചരിത്ര. അതുപോലെ ജബ്ബാർ ഉസ്താദ് കൂടാ ഇന്ത്യത്തോല് ഒരു 7 സ്റ്റേജിലെയും 6 ഒരു ചില്ലി വിഷയത്തിലായും ഒരു കൈക്കാട്ടിത് കൂടാ ആരെ ഒരു പേര് വിളിച്ചത് പൽക്ക പറഞ്ഞിട്ടില്ല ചെന്തു ഞങ്ങളുടെ ഒരു ചരിത്ര കേട്ടത്. അപ്പ ജബ്ബാർ ഉസ്താദ് എങ്ങനെ ചെന്നുണ്ട് മഹാനായ ശംസുലുലമയെ പോലത്തെ, അതുപോലെ കണ്യത്ത് ഉസ്താദ് പോലത്തെ, അതേപോലെ നാളെ താജുലുലമ ഷേഖുന അബ്ദുറഹ്മാൻ കുഞ്ഞിക്കായ തങ്ങൾ പോലെ, അതുപോലെ ഷേഖുന ജബ്ബാർ ഉസ്താദ് ഒരു സ്വഭാവം ഇന്ദ്ര ചെന്നിട്ടെങ്കിൽ ഇപ്പൊ നാളെ റഹീം ചെന്ന പോലെ ಬಾಲ ഒരു ಸ್ಮೂತ್ ಆಳು ಚಮ್ಮೆ ഒരു ಶಾಂತಿರಾಳು ಸೌಂಡ್ ಜಾಸ್ತಿ ಇದ್ದು ಪಲ್ಕ ಬರೆಯಲ್ಲ ವಾಪಸ್ ಆರ್ಗೂ ಪಲ್ಕ ಬರೆಯೋ ಕೈಯಲ್ಲುಟ ಧೈರ್ಯ ಕೊಡಿಲ್ಲ. ಇಲ್ಲಿ ಪಲ್ಕ ಬರೆഞ്ഞ ಸಾಧ ಇಂದಿಗೂ ರಿಟರ್ನ್ ತರ್ಮತ್ತಿಗೂ ಚಮ್ಮೆ ಮೆಲ್ಲೆ ಪಲ್ಕ ಬರೆഞ്ഞതും ആ പൽക്കത്തിക്ക് ഒരു ദിണ്ണുണ്ട് ನಂಗೆ കേട്ട ഇತಿഹാಸ. അപ്പൊ ജബ്ബാർ ഉസ്താദ് ഇന്ത്യത്തും 6 വായിസിൽ കൂടെ പൽക്ക പറഞ്ഞിട്ടില്ല ಎಂತು ನಂಗ കേട്ട ചരിത്രം. അങ്ങനത്തെ ഒരു മഹാണ് നമുക്ക് ഭാരി വർക്ക് ഇഷ്ടത്തിലായി എവിടത്തോ ചെന്നിട്ടെങ്കിൽ ഈ കുത്തു ആലിമീങ്ങല്ല ചെമ്മനല്ല നല്ല ആലിമീങ്ങ ഈ വർഷത്തിൽ പൈര ചെന്തുണ്ടോ. നമ്മ മുന്നാണ്ട് ഉസ്മാൻ ഫൈസും നാം ഒറ്റയ്ക്ക് ഒരേ കാറിൽ മയ്യത്ത് നോക്കി പോയപ്പ ജബ്ബാർ ഉസ്താദ് ജനാസ് നോക്കി പോയപ്പ അതിലൊരു ഇತಿഹാസം ചെന്തു ഞങ്ങളെ കിതാബിൽ സറയിലെ പഠിപ്പാട്ട് ചൊവ്വാസ 2 മുഹറം 1 ആലിമിക്ക് മൗത്ത് യാര ഉണ്ടാവു ചെന്തുണ്ടു കിതാബ് പഠിപ്പാട്ട് ചെന്നു ഞങ്ങൾക്ക് മുന്നാണ്ട് ഉസ്മാൻ ഫൈസി പഠിപ്പാട്ട്. മാത്രമല്ല ആ ചൊവ്വാസ 2 മുഹറം ഫസ്റ്റ് ആയിട്ടെങ്കിൽ ദുനിയാവുള്ള ആഫത്തും യാറ ഉണ്ടാവും ചെന്തു കിതാബ് പഠിപ്പാട്ട് ചെന്ന് ചൊലമത്ത് നല്ല ചെകൊന്ത കിതാബിൽ വെച്ചിട്ട് ജബ്ബാർ ഉസ്താദിനെ പോലത്തെ ഒരു ആലിമിങ്ങ പോണ്ടും ചെന്ന് ചൊലമത്ത് ആലിമിങ്ങ പോണ്ടിട്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടിട്ടുണ്ടെങ്കിൽ ആലിമിങ്ങ പോണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ അത് ആറ് പോണ്ടി നല്ല ആളെ എത്തിക്കൊള്ളു. നല്ല ആൾ കൊണ്ടത് അത് കാട്ടിട്ട് നമുക്ക് കിതാബിൽ എങ്ങനെ ഷറയിൽ കാട്ടിങ്ങനെ ചൊവ്വാസ 2 ആലിമിങ്ങ മരിക്കുവാറ് ചെന്തുണ്ട് മുഹറം 1 ആയിട്ടെങ്കിൽ മുഹറം 1 ചൊവ്വാസ ആയിട്ടെങ്കിൽ അതുകൊണ്ടു ഞങ്ങൾക്കൊരു സാക്ഷിയാക്കിയത് ചെമ്മ ആലിമിങ്ങ ബില ആലിമിങ്ങല്ലൂടെ ഈ കുത്തുകൾ മരിച്ചിടാറ്. അള്ളാഹു എല്ലാവരും സ്വർഗത്തെ ഒഫാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ചൊന്തു ചെമ്മ കുത്തിക്കുമ്പോൾ സമയമില്ല, നിങ്ങൾ ആരും ബേജാറാക്കണ്ട. ഇൻഷാ അല്ലാഹ് ഇസായുടെ ദിക്ർ കഴിഞ്ഞപ്പോഴും ഞങ്ങളൊരു സീരിനുണ്ട്, അതിലും എല്ലാവരും എടുത്തും പോണു. എല്ലാവരും ചില ശാന്തിയായി തെച്ചത് ഒരു 5 നിമിഷം ആരും പൽക്ക പറയില്ല. ഒരു 2, 3, 4 ഒരു 5 നിമിഷം പൽക്ക പറഞ്ഞിട്ട് പിന്നെ കുക്കിലധാർമ്മിൽ ഒരു 5 നിമിഷം പൽക്ക പേൽ വന്നോണ്ടുണ്ട്. എല്ലാ ഇത്ത് ചന്ദ്രലീ കറിക്കരും ആ ഫോണിൽ ചെന്നുണ്ട്. ഇന്നത്തെ സ്റ്റേജിൽ വെച്ച എല്ലാ ഉലമാക്കളും ഉമറാക്കളും ഒരേ വാക്യത്തിൽ സ്വാഗതിച്ചെന്ന് ಬಂದ എല്ലാവർക്കും സ്വാഗതിച്ചെന്നുണ്ട്. പൽക്കത്ത് നിപ്പാട്ട വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഹാനവറുകൾ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. ഒരു പണ്ഡിതന്റെ മരണം അത് ലോകത്തിന്റെ മരണമാണ് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുന്നു. അതുപോലെയുള്ളതായ ആകാശത്തിലുള്ളതായിരിക്കുന്ന ആൾക്കാർ താഴേലേക്ക് നോക്കുമ്പോൾ ഇവിടെയുള്ള ദുനിയാവിലുള്ള ആലിമീങ്ങളെയെല്ലാം നക്ഷത്രങ്ങളെ പോലെയായിട്ടാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ആലിമും ഓരോ നക്ഷത്രത്തിന്റെ തുല്യമാണ്. അങ്ങനെയുള്ള ഓരോ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോൾ, ആകാശത്തിലുള്ള ഓരോ നക്ഷത്രങ്ങൾ ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് ഇരുട്ടാകുന്നത് പോലെ ഭൂമിയിലുള്ള ഓരോ നക്ഷത്രങ്ങളും അത് മറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇരുട്ടാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാനമാകുമ്പോൾ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് യുർഫഉൽ ഇൽമു വയക്സുറുൽ ജഹ്ലു. ഇൽമിനെ ഉയർത്തപ്പെടും, ജഹ്ല് അധികരിക്കും. ഇൽമില്ലാതിരിക്കൽ, വിവരമില്ലാതിരിക്കൽ അധികമാകും, അറിവ് കുറഞ്ഞു പോകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇൽമിനെ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ എന്ത്? അവിടെ തന്നെ വിശദീകരിക്കുന്നു. ഇൽമിനെ ഉയർത്തപ്പെടുമെന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ലിപികൾ ഉയർത്തപ്പെടലല്ല, കിതാബിന്റെ അക്ഷരങ്ങൾ ഉയർത്തപ്പെടലല്ല, അതുപോലെയുള്ളതായിരിക്കുന്ന ഹദീസിന്റെ കിതാബുകൾക്കുള്ള
ആ അക്ഷരങ്ങൾ, ആ എഴുത്തുകൾ മാഞ്ഞു പോകലല്ല, റഫുൽ ഇൽമി ബിഖബ്ദിൽ ഉലമാ, ഇൽമിനെ ഉയർത്തപ്പെടൽ ബഹുമാനപ്പെട്ട ഉലമാ മരണപ്പെട്ടു പോകൽ കൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട ആ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ, ഹദീസിനെ വിശദീകരിക്കുന്ന ആൾക്കാർ ഇവിടെ പറഞ്ഞു തരുന്നു. അങ്ങനെ ഉലമാക്കൾ മരിച്ചു പോകല് അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് ഉലമാ ആവശ്യമാണ്. ഖിവാമുദ്ദുന്യാബി അർബഅത്തി അശ്യ, ഞാൻ നീട്ടി പറയുന്നില്ല. ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അത് 4 കാര്യങ്ങളെ കൊണ്ടാണ്. അതിൽ ഒന്നാണ് ബഹുമാനപ്പെട്ട ഉലമാ. ഉലമാക്കൾ എപ്പോൾ ഇല്ലാണ്ടാകുന്നു അപ്പോൾ ഈ ദുനിയാവിന്റെ അവസാനമുണ്ടാകും, ഈ ദുനിയാവിന്റെ അന്ത്യമുണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഉലമാക്കളെ കൂട്ടത്തിൽ വെച്ച് വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇവിടുത്തെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടുത്തെ പ്രസിഡന്റ് നമുക്ക് പറഞ്ഞു തന്നല്ലോ. വലിയ സൗമ്യവാദിയാണ്, ആരെയും ആക്ഷേപിക്കാത്ത, മാത്രമല്ല എല്ലാ വിഷയത്തിലും ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ ഉസ്താദ് എല്ലാത്തിലും ബാക്കിയുള്ള ആളെ പോലെ ഒരു സ്ഥാനത്തിന്റെ പിന്നാലെ പോയിട്ടില്ല. സ്ഥാനം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ഥാനം അദ്ദേഹത്തിന് തേടി വരുമ്പോൾ അദ്ദേഹം അതിട്ട് ഓടി പോകുന്ന വലിയൊരു മഹാനായിരുന്നു. മംഗലാപുരം കാളി ബഹുമാനപ്പെട്ട കോട്ട ഉസ്താദ് മംഗലാപുരം കാളിയായിരുന്ന, ദക്ഷിണ കന്നഡ ജില്ലാ കാളിയായിരുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ ഉസ്താദ് നായിബ് കാളിയായിരുന്നു, അസിസ്റ്റന്റ് കാളിയായിരുന്നു. അതിന്റെ ശേഷം ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ ഉസ്താദിനോട് കാളിയാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം അതിനെ ഇഷ്ടപ്പെട്ടില്ല, അതിനെ അംഗീകരിച്ചില്ല. അത് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തൊട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ്. മാത്രമല്ല മൂടുകര കളിയാക്കാൻ വേണ്ടി, ചിക്കമംഗളൂർ കളിയാക്കാൻ വേണ്ടി അവിടുത്തെ ആൾക്കാരെല്ലാം വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദിനോട് നിങ്ങൾ ചിക്കമംഗളൂർ കളിയാകണം, ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിന്റെ അതുപോലെ മൂടുകരയുടെ എല്ലാം കളിയാകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്, എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന്. അങ്ങനെ ഏതെല്ലാം സ്ഥാനം അദ്ദേഹത്തിന് തേടി വരുന്നു ആ സന്ദർഭത്തിലെല്ലാം അതിൽ നിന്നിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. എന്റെ സ്വന്തം അനുഭവമാണ്. ദക്ഷിണ കന്നഡ ജില്ല ജമിയത്തുൽ ഉലമായുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ദക്ഷിണ കന്നഡ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറഞ്ഞത്. ആ സമയത്തിൽ അദ്ദേഹത്തിന്റെ ആ കൊട പിടിച്ചുകൊണ്ട് അദ്ദേഹം ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചൊടിച്ചു പോകും പോലെ അദ്ദേഹം പോവുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ഏതെല്ലാം സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് തേടി വരുമ്പോഴും സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിയതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഇന്ന് മംഗലാപുരം ഭാഗത്തുള്ള എല്ലാവരും എന്ത് ആവശ്യങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തിനെയാണ് തേടി പോകുന്നത്. എന്ത് പ്രശ്നമാവട്ടെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ എന്ത് പ്രശ്നം വന്നെങ്കിലും അതിന്റെ അഭയകേന്ദ്രം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. തങ്ങളോടാണ് എല്ലാവരും പോയി പറഞ്ഞിരുന്നത്. എന്നാൽ അൽ ഉലമാ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാർ അംബിയാന്റെ അനന്തരാവകാശികളാണ്. അംബിയാന്റെ കാലം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ഉലമാക്കളോടാണ് ജനങ്ങൾ പോയി അവർക്കുള്ള കാര്യങ്ങൾ, അവർക്കുള്ള ആവലാതികള്, അവർക്കുള്ള വേജാറുകള്, വിഷമങ്ങളെല്ലാം പറഞ്ഞിരുന്ന ഉലമാക്കളോടാണ്. അങ്ങനെയുള്ള ഉലമാന്റെ കൂട്ടത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദിനോടാണ് അധികം എല്ലാ കാര്യങ്ങളും പോയി എല്ലാവരും പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു ആശാ കേന്ദ്രം നമുക്ക് നഷ്ടപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്കുള്ള ദർജ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെയുള്ള ആലിമീങ്ങൾക്ക് പകരമായിട്ട് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് ഖിയാമത്ത് നാളിലേക്കും ആലിമീങ്ങൾ വേണമല്ലോ. ഇങ്ങനെ ആലിമീങ്ങൾ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ലോകം അത് ഇരുട്ടിലായി പോകും. അങ്ങനെ ഇരുട്ടാകാൻ പറ്റുകയില്ല. നമുക്ക് വിളക്ക് വേണം, നമുക്ക് നക്ഷത്രങ്ങൾ വേണം. അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോഴും അല്ലാഹു തആല നമുക്കതിന് പകരം നല്ല നക്ഷത്രങ്ങൾ തന്നുകൊണ്ട്, നല്ല വിളക്ക് തന്നുകൊണ്ട്, നല്ല വെളിച്ചം തന്നുകൊണ്ട് ഈ ദീനിനെ ഖിയാമത്ത് നാൾ വരേക്കും നിർത്താനുള്ളതായിരിക്കുന്ന പകരക്കാർ അല്ലാഹു തആല നമുക്ക് നൽകട്ടെ എന്ന് മാത്രം സംസാരിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് എന്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി. അമ്മാ ബഅദ്. സ്റ്റേജിൽ ഉപവിഷ്ടരായ ധന്യ വ്യക്തികളെ, അതേപോലെ എൻ്റെ മുന്നിലുള്ള മുത്തഅല്ലിമീങ്ങളെ, റായത്ത്, ഹിരിയങ്ങളെ, കിരിയങ്ങളെ, ഉമ്മപ്പെണ്ണന്മാരെ, ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ ഉപാധ്യക്ഷനായ ബഹുമാനപ്പെട്ട ജബ്ബാർ ഉസ്താദിനെ അവർ അനുശോചന യോഗത്തിലായിട്ട്
ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെല്ലാം വേണ്ട പോലെ ചൊന്തന്നാർ. അപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ള ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും മനുഷ്യന്മാർക്ക് പല നിലക്കുള്ള സ്ഥാനമാനങ്ങളെല്ലാം കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടു അള്ളാഹു പല ആൾക്കാരെ ഒരു നേതൃസ്ഥാനത്തിൽ കൊണ്ടുവണ്ട്, അതേപോലെ സമ്പത്ത് കൊടുത്തിട്ടു ഒരു 10 ആള് അയാളെ പിറകെ പോണ്ട പോലത്തെ ഒരു സിറ്റുവേഷൻ അള്ളാഹു താല ഉണ്ടാക്കിയത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാണ്ഡിത്യം കൊടുത്തിട്ടു അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ പിറകെ ഒരു 10 ആള് പോണ്ട പോലത്തെ ഒരു സിറ്റുവേഷൻ അള്ളാഹു താല ഉണ്ടാക്കിയത്. അപ്പം ഈ 3 കാര്യത്തിൽ വെച്ചെല്ലാം ഏറ്റവും ഉന്നതമായ സ്ഥാന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടി തന്നരെ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ചിട്ട് ഒരു ഖൈർ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഖൈറിൽ വെച്ചെല്ലാം ഏറ്റവും വലിയ ഖൈർ നമുക്ക് ആഗ്രഹിക്കണമെന്നുള്ള ഖൈറൊന്നുണ്ടായിട്ടെങ്കിൽ അത് ആ സ്ഥാനമാനം ഒന്നുണ്ടായിട്ടെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ദീനിയായ വിജ്ഞാനം കൊടുക്കുന്നതായിട്ട് ചെന്നിട്ടു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിയത്. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ വിജ്ഞാനത്തിൻ്റെ നിറകുടമായ ബഹുമാനപ്പെട്ട ഞങ്ങളെ മിത്തബയിൽ ജബ്ബാറാജി ഉസ്താദ് അവറുകൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയത് നമുക്ക് സാധാരണ ചൊന്നണ്ടൈത്തെങ്കിൽ തുമ്പലാറത നഷ്ട ഏതൊരു നഷ്ട ആയിപ്പോയണ്ടൈത്തെങ്കിലും നമുക്ക് ഐക്ക് പിറകു ഒരു കാര്യ ഉണ്ടാക്കുന്നുകാവുള്ളൂ. ഒരാളെ സമ്പത്ത് നഷ്ടമായി പോയണ്ടൈത്തെങ്കിൽ ആ സമ്പത്തിനെ പിന്നെ അയാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്നുകാവുള്ളൂ. ഒരാൾക്ക് ഒരു ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടു പോയണ്ടൈത്തെങ്കിൽ പിന്നെ രണ്ടാമത് ഒരുക്കല്ലെങ്കിൽ പിന്നർക്ക അത് കിട്ടുക പോലത്തതായ ഒരു സ്റ്റാൻഡേർഡ് അയാൾക്ക് പറഞ്ഞു സാധ്യമാവുള്ളൂ. പക്ഷേ ഞങ്ങളിലുള്ളതായ ഒരു ആലിമ് നഷ്ടപ്പെട്ടു പോയണ്ടൈത്തെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാടി തണ്ട് ഒരു ഹദീസിൽ മൗത്തുൽ ആലിമി മുസീബത്തുൽ ലാ തുസദ്ദു ഫുർജത്തു. ഒരു മുഅ്മിനായ ഒരു ആലിമായ മനുഷ്യരുടെ മരണം എങ്ങനെയാണ് ചെന്നിട്ടെങ്കിൽ അതൊരു വലിയ മുസീബത്തായിട്ടെങ്കിൽ, പക്ഷേ മുസീബത്ത് സാധാരണ മുസീബത്തൊന്നും അല്ല. ആ മുസീബത്തിനെ നമുക്ക് നികത്തിന് കാവല് അതിക്ക് പകരമായിട്ട് വേറൊരു ആല അവിടെ കൊണ്ടുവന്നിട്ട് നിപ്പാട്ടണക്കു സാധ്യമേ അല്ല ചെന്നിട്ടായിട്ടിക്കട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടെ. അതുകൊണ്ടായിട്ടിക്കട് ലോകത്ത് കഴിഞ്ഞുപോയ ആലിമീങ്ങളെ എല്ലാ ചരിത്രം നോക്കേണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാവിടെ മഹാന്മാരായ ഓരോ ആലിമീങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോ ഇവിടെ നമുക്ക് ഐക്ക് ബദലായിട്ട് അതേപോലത്തെ ഒരു ആലിമിടെ ഇവിടെ കൊണ്ടുവരാനൊക്കെ സാധ്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഏറ്റവും വലിയ ഒരു ദുഃഖത്തിലായിട്ട് ഞങ്ങൾ ഉള്ളേ. മാത്രമല്ല ആ ആലിമീങ്ങൾ സ്വാലിഹീങ്ങളെ മരണത്തിന് ആകാശ ഭൂമിസാന ഉൾപ്പെട്ട് ചെന്നിട്ട് നമുക്ക് പരിശുദ്ധമായ ഖുർആന്റെ വചനത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടിട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ച് തന്നറാറ്. അതുകൊണ്ടിട്ട് ഏറ്റവും വലിയ ദുഃഖത്തിലുള്ള ഈ സന്ദർഭത്തിൽ അങ്ങനെ ഒരു മാതൃകാ ജീവിത ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ കൈപ്പറ്റേണ്ടത് ഞങ്ങളെ അത്യാവശ്യമായിട്ട് വളരെ ഉന്നത പ്രസംഗികന്മാരെല്ലാം ചൊന്നതുപോലെ സൗമ്യമായ ഒരു വർത്തന ആൽമാരട്ടിക, അതേപോലെ തന്നെ നല്ല സ്വഭാവ, അതേപോലെ തന്നെ ആഡംബരമില്ലാത്ത ജീവന, ഇതെല്ലാം ഇങ്ങനത്തെ ആലിമീങ്ങളിൽ കണ്ടിട്ട് ഞങ്ങൾ അതിനെ ജീവനത്തിൽ ഞങ്ങൾ അലവടിച്ചിട്ട് അങ്ങനെ മാതൃകയാക്കി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ സാധ്യമാവുള്ളൂ. അതേപോലെ അങ്ങനത്തെ മഹാന്മാരെ പിറകെ നമുക്ക് ആഖിറത്തിൽ സ്വർഗത്തേക്ക് പോകണമെങ്കിൽ സാധ്യമാവുള്ളൂ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ മാതൃകയാക്കി ജീവിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞങ്ങളെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലാഹു അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ചൊന്നിട്ട് ഞാൻ ദ്വാരന്നിട്ട് എൻ്റെ ജനത്തിൻ്റെ പളക്കത്തിൽ നിപ്പാട്ടിട്ടുള്ള വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. படிக்கிறே மக்கும் பின்ன எல்லா ಹಿರಿಯಕ್ಕೂ ಎಲ್ಲ ಕಿರಿಯಕ್ಕೂ ಎಲ್ಲರಿಗೂ ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಜಬ್ಬಾರ್ ಉಸ್ತಾದ್ ಚೊಂದಿಂಗ ಅಯಲು ஒரு ವ್ಯಕ್ತಿತ್ವ ಎಲ್ಲರಿಗೂ ಇಕ್ಕೂ ಸಾಧ್ಯ ಇಲ್ಲ ಚೊಲ್ರಿ ಅಂತ ಚೊಂದಿಂಗ ಅಯಲು ತುಳಿಯ ಅವರು ಎಂದೂ ಆಸೆ ಪಡಾತ ಅವರು ಉಸ್ತಾದ್ ಐತಿ ಅಂತ ಅಯಲು ಮರ್ಚಪ್ಪ
ಅಯಲೆ ಮೂತ್ರವರು ಋಣ ನೋಕಿತೆ ಪಿಡಿಯವರು ಅಯಲೊರು ಮಹಾನ್ ವ್ಯಕ್ತಿ ಜೊತ್ತು ಅದೇ ಪೋಲೆ ಅಯಲುಟ್ಟ ಆರೆಲ್ಲ ಬೈತು ದುವಾರದ ಆಶೀರ್ವಾದ ಎಡ್ತಿರೋರು ಆರು ಸೋತುತ್ತಿಲ್ಲ ನಂಗೆ ದಕ್ಷಿಣ ಕನ್ನಡಕ್ಕೆ ಇಪ್ಪ വലിയൊരു ലോസ് ആയിട്ട് ജബ്ബാർ ഉസ്താദ് മരിച്ചിട്ടാകുമ്പോൾ മരിപ്പ് ഒക്കെ ഇന്നെല്ലാം ഞങ്ങൾ മരിക്കണം അല്ലാണ്ട് റസൂലും മരിച്ചിര് ഒഫാത്തയിര് അതേപോലെ അങ്ങനത്തെ ഒരു മഹാൻ ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളത്തിൽ അതേപോലെ പഠിച്ചത് ആവട്ടു ജന്തു ನಾನು ಕೇಳ್ಕರೆ ನಂಗೆ ಉಳ್ಳಾಳത്തിൽ ഞങ്ങളെ താജുൽ ഉലമ എങ്ങനെ ഞങ്ങൾക്ക് ഒഫാത്ത് ಐತಾ ಮತ್ತು ലോസ് ಐತು അതേപോലെ ഞങ്ങൾക്ക് ഈ ദക്ഷിണ കന്നഡത്തിൽ ജബ്ബാർ ഉസ്താദ് മരിച്ചിട്ടാകുമ്പോൾ എല്ലാവരും ദുഃഖത്തിലായി പോയರು അതേപോലെ അയലെ പോലത്തെ വ്യക്തിത്വ ഞങ്ങൾ എല്ലാവർക്കും തടിക്ക് കൂടെ കൈത്ത് അതേപോലെ ഞങ്ങൾ അള്ളാഹുരോട്ട് കേൾക്കാം അയലെ അള്ളാഹു സ്വർഗത്തെ ഉപ്പാക്കട്ടു ചൊന്തു മൽക്കവരെ ചൊണ്ട് അവകാശം തന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും. മഹാനായ ജബ്ബാർ ഉസ്താദ് അവിടുത്തെ മരണം എല്ലാവരും ആശിച്ചു പോകുന്ന മരണമാണ്. ഞാൻ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിലായി. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നൊന്നും ആവശ്യമില്ല, ഞാൻ പോകട്ടെ, എന്നെ വീട്ടിലേക്ക് വിടുമെന്ന് പറഞ്ഞ് ഉസ്താദ് വീട്ടിലേക്ക് പോയി. ചെറിയ പനിയൊക്കെ ബാധിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു, അല്ല ഉസ്താദെ, ഇങ്ങനെയും വലിയ രോഗമാകുമ്പോൾ നിങ്ങൾ വീട്ടിൽ കിടക്കുന്നത് ശരിയല്ല, ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറയുകയുണ്ടായി, നിങ്ങൾക്ക് എന്തറിയാനാണ്, എനിക്കുള്ള രോഗം എന്താണ് നിങ്ങൾക്കറിയുമോ എന്ന് പറഞ്ഞ് മരണത്തിന് മുൻസൂചന ഉസ്താദ് കൊടുക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി ആ ഒരു മരണം മഗ്‌രിബ് നിസ്കരിച്ച് ഇശാക്ക് വേണ്ടി ഉളു എടുത്ത് റെഡിയായി, എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ബാങ്കിന്റെ സ്വല്പം മുമ്പ് വഫാത്തായി പോകുന്നു. ഫൽതനാഫസിൽ മുതനാഫിസൂൻ. അങ്ങനത്തെ മരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ആ ഒരു നല്ല മരണം, അതിന് ലോകത്തുള്ള സർവ്വരും അതിന് കമ്പനി ഇറക്കുന്നത് നാം കണ്ടു. എനിക്കറിയാം, ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ആദ്യമായി ഞാൻ കാണുന്നത് തന്നെ അറിയുന്നത് നമ്മളുടെ പമ്പയിൽ വെച്ച് ആദ്യമായി അവിടുത്തെ പള്ളി ഉദ്ഘാടനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ അവർ വന്നിരുന്നു. ആ സമയത്ത് ഒല്ലി പൊതിച്ചുകൊണ്ട് ഒരു സാധുവായ ഒരു മൂലയിൽ ഉസ്താദുകളോട് ഇരിക്കുമ്പോൾ AP ഉസ്താദ് ചോദിച്ചു, അതാരാണ്? ആ മൂലയിൽ എന്തിന് ചോദിച്ചു, എങ്ങനെ എനിക്ക് മനസ്സിലാവില്ല, പലരുമുണ്ട്. ഉസ്താദ് ചോദിക്കുന്നു, അതാരാണ് എന്ന് ചോദിച്ച് ഉസ്താദിനോട് പറഞ്ഞത് ജബ്ബാർ ഉസ്താദ് എന്നോട് വലിയ പണ്ഡിതനാണ്. ഉസ്താദ് മുന്നോട്ട് കൊണ്ടുവരികയും എന്നിട്ട് അവിടുത്തെ ഞാനൊന്ന് പറയുന്നു, മഹാന്മാരെ മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് തന്നെ ഒരു കൊല്ലും പതിച്ചു കിടക്കുന്ന, ഒന്നും അറിയാത്ത, ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ചോദിക്കുന്നു. ആ ചോദിക്കപ്പെടുന്ന ആളും വലിയ മഹാനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ഇന്നലെ വന്ന് ഉസ്താദ് അവിടുന്ന് കണ്ണീർ ഇറക്കിക്കൊണ്ടാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് ഒരു സംഘടന പ്രശ്നമല്ല. ഒരൊറ്റ നേരത്തെ സ്വാഗത ഭാഷണത്തിൽ മുസ്തഫാക്ക പറഞ്ഞതുപോലെ ഒരൊറ്റ വ്യക്തിയും അവിടെ ഒരു തർക്കത്തിലില്ല, ആർക്കും അഭിപ്രായ ഭിന്നതയില്ല. എല്ലാവരും മഹാനായ ഉസ്താദവരുകളെ വാഴ്ത്തുകയാണ്. കാരണം ആ ഉസ്താദിന്റെ ജീവന ശൈലിയാണ്. അതാണ് മുത്താലിം ഞങ്ങൾ പഠിക്കേണ്ടത്. മഹാനവരുടെ മരണമടക്കുന്ന പാഠം മഖ്ദൂമികൾ ഖാദിമായി പോകുന്നു. ഞാൻ ഇന്നലെ അവിടെ മരണ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ടവരുടെ ജനാസ സന്ദർശിക്കാൻ പോയപ്പോൾ ഉസ്താദിന് വേണ്ടി അവിടെ നിന്ന് വന്നവരെ വോളണ്ടറിയായി നിൽക്കുന്നത്, ചിലപ്പോൾ എല്ലാം വോളണ്ടറിമാർ കൈകൊടുത്തുകൊണ്ട് നടത്തുന്ന വലിയ വലിയ മഹാന്മാർ, ഞങ്ങളുടെ മിനിസ്റ്റർ UT ഖാദറുകൾ വോളണ്ടറിയായി ആൾക്കാർ ഇങ്ങനെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ സ്ഥാനത്തുള്ളവർ, വലിയ വലിയ മന്ത്രിമാർ വരെ വോളണ്ടറിയായിട്ട് ഒരു ഉലമാഇന്റെ കീഴിൽ പോകണമെങ്കിൽ അതാണ് ആ ഒരു ഉലമാക്കളുടെ സ്ഥാനം നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ഇതൊക്കെ നാം മനസ്സിലാക്കിക്കൊണ്ട് ആ മഹാനവർക്ക് വന്ന ആ വലിയ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവിടെ നമുക്ക് തന്ന പാഠം ഒരുപാടാണ് ബാക്കിച്ചു പോയത്. നല്ല നിലയ്ക്ക് ജീവിച്ച് നാം നല്ലതുപോലെ ചെയ്താൽ ഞങ്ങൾക്കുള്ള അന്ത്യം നല്ലതാണ് എന്നൊരു അർത്ഥവും നമ്മൾക്ക് അറിയിച്ചു തരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് പുലർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ രണ്ട് വിശേഷണം ഉള്ളവർ ദുനിയാവിലും വിജയിച്ചു, ആഖിറത്തിലും വിജയിച്ചു. ഒരുപാട് പ്രഭാഷകന്മാർ നമുക്ക് മഹാനായ ജബ്ബാർ ഉസ്താദിന്റെ മഹത്വം പറഞ്ഞു തന്നു. രണ്ട് വിശേഷണം, ഒന്ന് ഹുസ്നുൽ ഖുൽഖ്, രണ്ട് തവാദു. ഈ രണ്ട് വിശേഷണം ഉള്ളവർ ആഖിറത്തിലും വിജയികളാണ്, ദുനിയാവിലും വിജയികളാണ്.
ഇത് ഏറെ നാം ദർശിച്ച ഒരു വലിയ പണ്ഡിതനായിരുന്നു. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ ജബ്ബാർ ഉസ്താദ് ഹുസ്നുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാം ചെയ്യുന്ന അമലുകളിൽ നാളെ ഏറെ മീസാനിൽ ഘനം തൂങ്ങുന്നത് ഹുസ്നുൽ ഖൽഖിനാണ്. മുഹമ്മദ് മുസ്തഫ സ്കാരത്തെക്കാളും നോമ്പിനെക്കാളും മറ്റെല്ലാത്തിനേക്കാളും നമ്മുടെ മീസാൻ തുലാസിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ഹുസ്നുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. وإنك لعلى خلق عظيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷണം വിശുദ്ധ ഖുർആനിൽ പ്രവാചകരെ അങ്ങ് വണ്ണമായ സ്വഭാവത്തിന്റെ പേരിലാണ്. രണ്ടാമത്തെ വിശേഷണം തവാളുഅ്. മൻ തവാളഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. മുഹമ്മദ് മുസ്തഫ. ആരാണ് പൊങ്ങച്ചം നടക്കുന്നത്, പൊങ്ങച്ചത്തിൽ നടക്കുന്നത്, അഹങ്കരിച്ച് നടക്കുന്നത്, അവരെ അല്ലാഹു താഴ്ത്തുകയും ആരാണോ താഴ്മയിൽ നടക്കുന്നത് അവരെ അല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നു. മുഹമ്മദ് മുസ്തഫ. മഹാനായ ജബ്ബാർ ഉസ്താദിനെ നമുക്കൊരിക്കലും തല ഉയർത്തി നടന്നതായി എന്റെ കാഴ്ചയിൽ ഞാൻ കണ്ടിട്ടില്ല. തവാളുവിന്റെ ഒന്നാമത്തെ അടയാളം തല താഴ്ത്തി നടക്കുക, നെഞ്ഞു വിരിച്ച് മേൽപോട്ട് നോക്കി നടക്കാതിരിക്കുക. തല താഴ്ത്തി കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും മഹാനായ ജബ്ബാർ ഉസ്താദിനെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് അവിടത്തേക്കുള്ള തവാളു ആണ്, താഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെ അല്ലാഹു വലിയ സ്ഥാനത്തുയർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോ, ഞാൻ വാഹനത്തിൽ വരുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ഒരുപാട് കിലോമീറ്റർക്ക് അകലെ ആളുകൾ തിങ്ങി നിറഞ്ഞു നടക്കുന്ന കാഴ്ച, വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് എല്ലാ ആലിമീങ്ങളും സാദാത്തുക്കളും വന്ന് ആ മഹാനായ ശൈഖിന്റെ ജനാസ കാണാനും അവിടെ കൂടാനും ശ്രമിച്ചത് അവിടുത്തെ താഴ്മയുടെ കാരണമാണ്, അവിടുത്തെ ഹുസ്നുൽ ഖുൽഖിന്റെ കാരണമാണ്. ആ ഉസ്താദിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരോടൊപ്പം നമുക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് എല്ലാവർക്കും അല്ലാഹു ഈ സംരംഭം ഒരുക്കിയതിന് അല്ലാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വേദിക്കലുള്ള എല്ലാ ഉലമാക്കൾ, അതേപോലെ റായത്തെ ഉമറാക്കന്മാർ, ഈ വേദിക്കര എതിരിലുള്ള എൻ്റെ പിർസത്തെ മത്താലിമിങ്ങ, അതേപോലെ എൻ്റെ റായത്തെ എല്ലാ ചങ്ങായിമാർ, ഇന്ന് ഞങ്ങൾ കൂടിയ ഉദ്ദേശ ഷേഖുന ഉസ്താദിന ജബ്ബാർ ഉസ്താദ് മരിച്ചിട്ട് ഇണ്ട് 3 ആ ഒരു കാരണത്തിലേക്ക് ഞങ്ങളുടെ കൂടെ കൂടിയ സാധാരണ ഉള്ള ആൾക്ക് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാ ആള് നാൾക്ക് ഇങ്ങനെ മരിച്ചത് കൊണ്ടാണ് ആരെ ഗുർത്ത് വയ്ക്കില്ല, ആരെ നെനപ്പ് വയ്ക്കില്ല. അങ്ങനത്തെ മിത്തബയിൽ ചെല്ലവർ റായത്തിൽ ഒരു മഹാപുരുഷ മരിച്ചിട്ടുണ്ട് വിശേഷപ്പെട്ട വഫാത്തായിട്ടുണ്ട് വിശേഷപ്പെട്ട നാനടക്കം സെൻ സഖാഫി കറക്റ്റ് ഒരു 8 ಗಂಟೆ മുന്നേ അവിടെ എത്തിയപ്പ ആ രോഗം പോയിട്ട് 1/2 ಗಂಟೆ ആയിരുന്നു വിഷയം കിട്ടിയത്. ഞങ്ങൾക്ക് ആ 1/2 ಗಂಟೆ എത്തിയപ്പ സാധാരണ 50,000 മേലെ ആൾ അവിടെ കൂടിയിട്ട് ജമായിത്തു. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയ അള്ളാഹു ഞങ്ങൾ എത്തുപാട്ടിയത് വലിയ ഹൈറുണ്ട്. കാരണം 4 ಗಂಟೆ ഞങ്ങൾക്ക് ഈ മയ്യത്തിന് ഒരു അവകാശം കിട്ടാനുണ്ട്. അത്രയും ആള് തിങ്ങ് ഒരു മഹാനൈത്തിക്കറ് നാനന്തു അതിൽ ചെമ്മ ചൊലവ് പോലെ എല്ലാ ഉസ്താദന്മാരും റായത്തെ നേതാക്കന്മാരെല്ലാം ചെന്നാറ്. മദർ ಎಂಚಿ ನಿನ್ನೆಗೈತೆ ഒരു ವಿಷಯ ನಾ ಚೊಲ್ರೆ ಉಸ್ತಾದ್ ಒಂದು ನೆನಪಾಕಿದ್ದು ಪಂಪಾಯಿಲ್ ಪಲ್ಲಿ ಒಕ್ಕಲ್ಲ ಟೈಮಲು ಎಲ್ಲ ಸಿಯಾಬದಂಗ ತಾಜುಲ್ಲಮ AP ಉಸ್ತಾದ್ അതുപോലെ ಎಲ್ಲ ಬೆಲೆ ಬೆಲೆ മഹാന്മാർ ಬೆಲೆ കാറിൽ വന്നപ്പ മിത്തബൈൽ ജബ്ബാർ ഉസ്താദ് പല ഒരു 50 സെറ്റ് കാറിൽ വന്നിട്ട് ലാസ്റ്റ് വന്നപ്പ വാച്ച്മാൻ കാറിൽ നിപ്പാട്ടിയ നടന്നുകൊണ്ട് പോണു ചെന്നു. അപ്പ ഉസ്താദിനെ കാത്തോണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ ദൂരത്ത് നോക്കുമ്പോ ഇതാറ് കൊണ്ട് നിപ്പാട്ടെ നോക്കുമ്പോ ജബ്ബാർ ഉസ്താദ് വാച്ച്മാൻ്റെ ഊന്തിയ കാറിൽ മുന്നൽ പറവാട്ടി ജബ്ബാർ ഉസ്താദ് കാറിൽ നിപ്പാട്ടിട്ട് ഇന്നിട്ട് അയാളുടെ കേട്ടിട്ട് നീ എന്ത് കൊണ്ട് ഊന്തിയെ അവനക്കും നല്ല ഗുർത്തുണ്ടാ
മെല്ലെ ചൊന്നിമേവല ಅಂತ ഇല്ലേ ഞാൻ നടന്നോ വരില്ല ಅಂತ അത്രയും സൗമ്യ സ്വഭാവത്തെ ആളെത്തിക്കും. അതേപോലെ മരിക്കലും നാലും ഉസ്താദ് ചെന്ന പോലെ റായത്ത് വലിയ വലിയ നേതാക്കന്മാർ വലിയ വലിയ പൈസക്കാർ ഉസ്താദിനെ കാണാൻ പോയപ്പോൾ ഉസ്താദിൻ്റെ കീഴിൽ ഉസ്താദ് നിങ്ങൾ ഇത്ര നാളിൻ്റെ കൂടെ കിടക്കാറ് ഞങ്ങൾ നല്ല ഒരു ഡോക്ടറെ കാട്ടിയിട്ട് നല്ല ഒരു ആസ്പത്രിയിൽ അഡ്മിറ്റ് ആക്കിയാൽ വല്ലുണ്ട്. അപ്പോൾ ഉസ്താദ് ചൊല്ലേ എന്തൊരു കഷ്ടഭാവല്ലേ റാഹത്തിലൊന്നും മരിക്കും കൂടെ നിങ്ങൾ ബുടുല്ലല്ലേണ്ട് ഇങ്ങനെ ചൊന്നപ്പോൾ അവിടെ കൂടി അങ്ങ് കണ്ണിൽ തന്നെ എടുത്ത് പുറത്ത് വന്നാറ്. റാഹത്തിലൊരു ഔത്തുലു പെഞ്ഞായി മക്കളെ കൂടെ റാഹത്തിലൊന്നും മരിക്കുമെന്ന് നിങ്ങൾ എൻ്റെ ബുടുല്ലല്ലേണ്ട് അത്രയും മരണത്തെ ഒരു മുന്നൽ അറിഞ്ഞ ഒരു മനസ്സെത്തിക്കറ് യാരെന്തിനാ ചൊല പോലെ വിഷയമെല്ലാം ചൊന്നാറ്. അതേപോലെ ഞങ്ങ അവിടുത്തെ ജീവന ശൈലി ഞങ്ങളുടെ ജീവനത്തിൽ അളവെടുക്കുള്ള പ്രയത്നം ഞങ്ങൾക്കും ഞങ്ങൾ അനുസ്മരണ ആക്കറ മത് ആക്കറ എല്ലാം ആക്കറ ಅದರ ನಡುಲು ನಂಗೆ ಅವ್ರದ್ದು ಆ ಜೀವನ ಶೈಲಿ ನಾಳೆ ಜೀವನದಲ್ಲಿ ಕೊಮರ್ನು ಚೊಂತವರು ನನ್ನ ನಫ್ಸಿನ ನಾ ಎಲ್ಲ ಅಡ್ಡು ಚೊಂತ ನನ್ನ ಬಲ್ಕದ ನಿಪಾಟ್ರೆ ಆಖಿರದ ಅವನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ.